അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ ഉത്തരവാദിത്തമേറിയ അള്ളാഹുവിൻ്റെ ദൗത്യം ഏറ്റെടുത്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ തമാശ എന്ന ഒരു വിഷയമാണ് ഇന്ന് നാം മനസ്സിലാക്കേണ്ടത്. നിരവധി ഉത്തരവാദിത്തങ്ങളുള്ള സൈന്യത്തെ സംബന്ധിച്ചും കുടുംബത്തെ സംബന്ധിച്ചും സഹാബികളെ സംബന്ധിച്ചും ശത്രുക്കളെ സംബന്ധിച്ചും അള്ളാഹുവിൽ നിന്ന് വഹയുമായി ഇറങ്ങി വരുന്ന ജിബ്രീൽ അലൈഹിസ്സലാം ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തത്തെ സംബന്ധിച്ചും വളരെ ഗൗരവബോധത്തോടുകൂടി ചിന്തിച്ചിരുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളുമായി ഇടപെടുമ്പോൾ കാണിച്ചിരുന്ന തമാശയുടെയും ആ നൈർമല്യത്തിൻ്റെയും സ്വഭാവമാണ് നാം മനസ്സിലാക്കേണ്ടത്. പച്ച മനുഷ്യനായിക്കൊണ്ട് ആ സഹാബികളുമായി ഇടപെടുന്ന സമയത്ത് അവരെ സന്തോഷിപ്പിച്ച് അവരുടെ മനസ്സിലേക്ക് സന്തോഷം കടത്തിക്കൊണ്ടുള്ളൊരു സംസാരം പ്രവാചകനിൽ നിന്നുണ്ടായിരുന്നു. ആ സംസാരം, ആ തമാശകളൊന്നും തന്നെ സത്യത്തിന് വിരുദ്ധമായിരുന്നില്ല. സത്യം മാത്രമേ പ്രവാചകൻ പറഞ്ഞിരുന്നുള്ളൂ. പക്ഷേ അത് തമാശ രൂപത്തിൽ പലപ്പോഴും അത് സഹാബികളിൽ പ്രതിഫലിച്ചിരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നെ വിളിക്കും ചില സമയത്ത് ഇരട്ടച്ചെവിയൻ എന്ന് പറഞ്ഞാൽ അത് സത്യമാണ്. പക്ഷേ അത് പ്രവാചകൻ തമാശ രൂപത്തിൽ വിളിച്ചിരുന്ന ഒരു സ്വഭാവമായിരുന്നു. ഒരിക്കൽ കൊച്ചുകുട്ടികളോട് പ്രവാചകൻ കാണിച്ചിരുന്ന ആ സ്നേഹാനുകമ്പയും തമാശ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അബൂ ഉമൈർ എന്ന് പറയപ്പെടുന്ന ഒരു സഹാബി, ആ സഹാബി കുട്ടിയുടെ കിളി ചത്തുപോയി. അതായത് അവൻ ഉപയോഗിച്ചിരുന്ന കിളി, അവൻ കളിച്ചിരുന്ന കിളി ചത്തുപോയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിയുടെ അടുത്ത് വന്നുകൊണ്ട് ചോദിച്ചു, നിൻ്റെ കുഞ്ഞിക്കിളിക്ക് എന്ത് പറ്റി മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ചത്ത് കിളിയുടെ അടുത്ത് സന്താപത്തോടു കൂടിയിരുന്ന കുഞ്ഞിനെ സമാശ്വസിപ്പിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു സഹാബിയെ സംബന്ധിച്ചെടുത്ത് ഖബ്ബാബ് ഇബ്നു അർത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു യാത്രയിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പ്രത്യേകം ടെൻറ്റ് കെട്ടി താമസിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണുങ്ങളുടെ ടെൻറ്റിനടുത്ത് ചെന്ന് തല നീട്ടിയിരുന്ന ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്താണ് നീ ഇവിടെ നിൽക്കുന്നത്? ഞാൻ എൻ്റെ ഒട്ടകത്തെ കാണാണ്ട് പോയി, അതിനെ നോക്കുകയാണ് എന്ന് ഒരു കള്ളം പറഞ്ഞു. പക്ഷേ പ്രവാചകൻ തിരിച്ചു വന്ന സമയത്ത് വീണ്ടും അയാൾ അവിടെ തന്നെ നിൽക്കുന്നത് കണ്ടപ്പോൾ പ്രവാചകൻ ചോദിച്ചു അയാളോട്, ഒട്ടകത്തെ കിട്ടിയോ? അതുമാത്രമല്ല, പിന്നീട് പല സന്ദർഭങ്ങളിലും അദ്ദേഹത്തോട് ആവർത്തിച്ച് ഒട്ടകത്തെ കിട്ടിയോ എന്ന് ചോദിച്ചു. അത് ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമമുണ്ടാക്കിയിരുന്നു. എങ്കിൽ തന്നെയും അത് വളരെ രസകരമായ നിലയിലായിരുന്നു പ്രവാചകൻ ആ തമാശകളെല്ലാം തന്നെ പറഞ്ഞിരുന്നത്. നിരവധി തമാശകൾ പ്രവാചകൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ ഒരു പച്ച മനുഷ്യനായിരുന്നു. നമ്മെപ്പോലെ അങ്ങേ അറ്റം അലി റളിയല്ലാഹു അൻഹുമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കാരക്കയുടെ കുരു മുഴുവൻ അലിയുടെ പക്ഷത്തേക്ക് ഇടുകയും ഇത്രമാത്രം നീ കഴിച്ചുവോ എന്ന് കാണിക്കുന്ന വിധത്തിൽ പ്രവാചകൻ പെരുമാറുകയും ചെയ്തപ്പോൾ അലി റളിയല്ലാഹു അൻഹുവും അതിന് തിരിച്ച് തമാശ പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. തമാശ എന്ന് പറഞ്ഞാൽ ഒരാളെയും വേദനിപ്പിക്കാനല്ല, പക്ഷേ സന്തോഷങ്ങൾ പങ്കിടുന്ന പച്ച മനസ്സുള്ള മനുഷ്യന്മാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.